എന്താ ഈ കാണിക്കണേ? അത് ആനപ്പിണ്ടാ. ആനയുടെ വയറ്റിൽ നോണ. ആ, എത്ര ആനയുണ്ട്? 3 ആന. നാട്ടിലൊക്കെ മേല് കഴിഞ്ഞിപ്പോ തറവാട്ടിലേക്ക് ആയോ കയറ്റം? സമയം കിട്ടി. ആ ചെരുപ്പ് അവിടെ ഇട്. എന്നിട്ട് അതിലേ കയറി വരിക. അങ്ങനെയാ പെൺകുട്ടികൾ. ഇതെന്താ? അത് പുറത്തു പോയി വരുന്നവർക്ക് കാല് കഴുകാൻ വെള്ളം വെക്കാനുള്ള കിണ്ടിയാ. ആ, അത് തറവാടാവുമ്പോ അങ്ങനെ ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. എന്നാ പിന്നെ ആചാരം ആയിക്കോട്ടെ. ആചാരമൊക്കെ കഴിഞ്ഞിട്ട് ഇനി പ്രവേശിക്കാലോ അല്ലേ? ഇതെന്താ? അത് ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കിയേ. അത് തുപ്പക്കൊളാമ്പിയാ, തുപ്പാൻ ഉപയോഗിക്കുന്നത്. തുപ്പലൊക്കെ എന്തിനാ ഇങ്ങനെ പാത്രത്തിൽ സൂക്ഷിച്ചേക്കണേ? പിന്നെ മുറ്റത്തൊക്കെ തുപ്പിയാ അത് വൃത്തികേടായി പോവില്ലേ? എന്നാ പിന്നെ ദൂരെ പോയി അങ്ങ് തുപ്പിയാ പോരെ? അതിനിപ്പോ ഞങ്ങൾക്ക് വേറെ ജോലിയില്ലേ? ഇതുപോലെ നടക്കില്ലല്ലോ. എന്തുമാതിരി വീടാത്. കാരണവന്മാരെ കാശി ചെലവാക്കി ഉണ്ടാക്കിച്ചതാ. കാശി ചെലവാക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റോ? ഇരിക്കട്ടോ, ഞാൻ ദേ വരണു. അയ്യോ, എന്തിനാ അകത്തേക്ക് പോണേ? അയ്യോ, ആരാ അവിടെ ഉള്ളേ? അശ്വതി കുട്ടി, ഭഗവാനെ. അശ്വതി, എന്താ? ദേ ആ ചാട്ടക്കാരി പെണ്ണ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അതിനോട് കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ, വേഗം പറഞ്ഞു വിട്ടേക്കും. എല്ലാരൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വന്നാ? അവിടെ കുറുമ്പന്മാന്റെ ആണല്ലേ? എനിക്ക് മനസ്സിലായി. ബാക്കി സംഘമൊക്കെ എവിടെ? സംഘോ? ഒരു മോനുണ്ട്, ഒരു മോള്, പിന്നെ എന്റെ ഒരു ആങ്ങള. അത്രേ ഉള്ളൂ. ആ കുട്ടി മോള് ദേ നിൽക്കുന്നു. എന്താ പേര്? അശ്വതി. അശ്വതി, ഹൈ, അസലായിരിക്കണു. ഇത് സ്വർണ്ണ? എന്റെ അടുത്തുണ്ട് ഒരുപാട് വളയും മാലയൊക്കെ. പക്ഷെ എല്ലാം ഇതുപോലെ മുക്കാ. സ്വർണ്ണമൊക്കെ വാങ്ങാൻ ഒരുപാട് കാശാവില്ലേ? പക്ഷെ കാശുണ്ടാവുമ്പോ ഞാനും ഇതുപോലെ വാങ്ങും. അതെ, 5 ആൾക്ക് താമസിക്കാൻ എന്തിനാ ഇത്രയും സ്ഥലമൊക്കെ? നടന്നിട്ടും തീർന്നു. അങ്ങോട്ടൊന്നും പോണ്ട. എന്തേ? ഒക്കെ അടച്ചിട്ടിരിക്കുക. ഇല്ലല്ലോ, തുറന്നടക്കല്ലേ? പൊടിയും മാറാലൊക്കെയാ. അതിനെന്താ? കുട്ടി, കുട്ടി, ആര് പറഞ്ഞു നിന്നോട് ഈ മുറിക്കകത്തേക്ക് വരാൻ? മേലിൽ ഇത് ആവർത്തിക്കരുത്. ഞാനൊന്നും ചെയ്തില്ല. വെറുതെ അങ്ങോട്ടേക്ക് ചെന്നപ്പോ അവരെന്നെ. ഇളയമ്മയാ, സുഖമില്ല. ചിലപ്പോ ഇങ്ങനെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കും. മതി. ശരിക്കും ഞാനങ്ങ് പേടിച്ചു പോയിട്ടോ. എന്തിനാ അവരെ അങ്ങനെ? നീ എന്തിനാ ആവശ്യമില്ലാത്തടത്തൊക്കെ കയറി ചെന്നേ? വലിയ വലിയ തറവാടുകളുടെയൊക്കെ ഉള്ളില് ചിലപ്പോ ഇങ്ങനെയൊക്കെ പലതും ഉണ്ടാവും. കണ്ടാലും നമ്മൾ കണ്ടില്ല നടിക്കുക. ആ തവി ഒരു കപ്പ കൂടെ.
ആ തവി ഒരു കപ്പ കൂടെ അല്ല, ആ കപ്പ ഒരു തവി കൂടെ. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞേ. അങ്ങനെയൊന്നല്ല മാണിക്കുന്ന മണ്ടത്തരം പറഞ്ഞാലും സമ്മതിച്ചില്ല. ലേശം കഞ്ഞി കൂടെ. അപ്പൊ ചേട്ടൻ കഞ്ഞല്ലേ? ഞാൻ മാത്രം ചോറായിട്ട് എന്താ കാര്യം? എന്നാലും എന്തിനാ അവരെങ്ങനെ ചങ്ങലക്ക് പാവം. എന്തൊരു ഭംഗിയെന്നറിയ ഇവരെ കാണാൻ. ആ നോട്ടവും ശബ്ദവും. ഹൈ, ഈ സോക്കേന് മരുന്നൊന്നുമില്ലേ അമ്മേ? അത് അവരന്വേഷിച്ചോളൂ, കുട്ടി നോക്കണ്ട. കരിങ്കൂയിലേ കച്ചേരി വെക്കപ്പോറേ എന്തു ആ വെടിപൊട്ടൊരു ശബ്ദമൊക്കെ കേട്ടല്ലോ. സർ രസത്തിന് ജയദേവാ, ഓള് കുട്ടിയല്ലേ, സാരമില്ല. ഞാൻ മാപ്പി വയ്ക്കുന്നു. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കാണാറില്ല 2 ദിവസമായിട്ട്. കൂട്ടുകക്ഷീസൊക്കെ മുങ്ങിയോ? ആ കള്ള് ഹാർമോണിയം തവലയും. ഓ, പുതിയ ബോംബോ റോക്കറ്റോ ഉണ്ടാക്കി ഇനിയിപ്പോ ക്യാമ്പിനകത്ത് വെക്കാനുള്ള പരിപാടിയിലായിരിക്കും അല്ലേ? എത്രയോ നേരമായി ഞാൻ മാത്രം സംസാരിക്കുന്നു, താനൊന്നും മിണ്ടുന്നുമില്ല. അത്രയ്ക്ക് വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ തെറ്റ് ചെയ്തു, തെറ്റ് സമ്മതിച്ചു, ശിക്ഷയും കിട്ടി. ഇനി എന്നെ വിട്ടൂടെ ദയവായിട്ട്? ഞാനും ചെയ്തത് തെറ്റാ, ശിക്ഷ വാങ്ങാൻ തയ്യാറുമാണ്. പക്ഷേ എത്ര ദിവസം കുട്ടിക്ക് എന്നെ ഒഴിഞ്ഞു മാറാൻ കഴിയും? എനിക്കറിയാം, എത്രയൊക്കെ ഒളിക്കാൻ ശ്രമിച്ചാലും തനിക്കെന്നെ കാണാതിരിക്കാൻ കഴിയില്ല. എനിക്ക് തന്നെ. പെട്ടി വേണോ ചിട്ടി വേണോ? അയ്യോ, ഒന്ന് പതുക്കെ പറ, അമ്മ അകത്തുണ്ട്. എനിക്ക് പെട്ടി ചേട്ടന് വേണം, ചിട്ടി ചേട്ടന് വേണം. 2 വള്ളത്തിൽ കാലൂന്നരുത്. കുട്ടി ചെറുപ്പമാണ്, അവൻ വൃദ്ധനാണ്. മേക്കപ്പാണ്, തലയിൽ ടോപ്പാണ്, അവൻ പോക്കാണ്. മറിച്ച് ഞാനോ ചെറുപ്പം, മേക്കപ്പ് അല്ല, ടോപ്പല്ല,
ആക്ഷൻ ഹീറോ ഇനി കുട്ടി പറയൂ. അമ്മടി കുട്ടി. ചേട്ടനെ പോന്നു. ഞാൻ ചേട്ടനെ കുറിച്ച് ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. ഞാൻ പോട്ടെ. പോകാൻ വരട്ടടാ പെട്ടി. എല്ലാം ഞാൻ കേട്ടു. കോടമ്പക്കത്ത് നീ പിച്ച പാളയെടുത്ത് തെണ്ടി നടന്നതും പിച്ചൈമണി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട തമിഴന്റെ പോക്കറ്റ് അടിച്ച് റോയൽപേട്ട സെൻട്രൽ ജയിലിൽ 2 ദിവസം എന്റെ കൂടെ കിടന്നതും എനിക്ക് ഓർമ്മയുണ്ടടാ. നീ ആക്ഷൻ ഹീറോ ആണെങ്കിൽ ഞാൻ ഡബിൾ ആക്ഷൻ വില്ലനാടാ. നീ നോക്കിക്കോ, ഇത്തവണത്തെ ഉത്സവത്തിന് നിന്റെ മരണ ചിട്ടിയായിരിക്കും. നീ കുറെ നാളായിരടാ കളിക്കുന്ന പന്നി. നിർത്തടാ നിന്റെ താണ്ഡവം. വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ വന്നവനല്ല ഞാൻ. ഇത്തരം ചീപ്പ് ആർട്ടിസ്റ്റോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. തൽക്കാലം ചിട്ടി പ്രേമിച്ചോട്ടെ. വെട്ടിക്ക് ധൃതിയില്ല. പോയി വരട്ടെ കുട്ടി. നിൽക്കാനാ പറഞ്ഞത്. നീ ഓടാ അവിടുന്ന് വെട്ടിപ്പെട്ടി. എന്തു ചെയ്തും കാരണവന്മാർ യോജിക്കണേ എന്നാണ് എന്റെ പ്രാർത്ഥന. കുറച്ചൊരു സ്വാർത്ഥതയുണ്ട്. പ്രാർത്ഥനയുടെ പില്ലെന്ന് കൂട്ടിക്കോളൂ. അറിയാം. ഉത്സവരാത്രിയിൽ കഥ പറഞ്ഞ് തിരിച്ചു പോകാൻ വന്ന ഒരാൾ മാത്രമല്ല ഞാൻ. തറവാടുകളുടെ വഴക്കിന് വെറും സ്വത്തുതർക്കം മാത്രമാണോ കാരണം? വെറുതെ ആലോചിച്ചു പോവാണ്. തലമുറകളുടെ ഓർമ്മകളുമായി പൂട്ടിക്കിടക്കുന്ന വലിയൊരു തറവാട്. അകത്തളത്തിനും അപ്പുറത്ത് നിന്ന് എപ്പോഴൊക്കെയോ ഒരു ചങ്ങലക്കിലുക്കം. 20 വർഷമായിട്ടും ആരും തൊടാതെ കിടക്കുന്ന ക്ഷേത്രക്കുളം. എവിടൊക്കെയോ എന്തൊക്കെയോ ദുരൂഹത. എന്ന് വെച്ചാൽ ഈ ഒരു കാര്യത്തില് വടക്കുംപുറവും തെക്കുംപുറവും തമ്മിലൊരു വ്യത്യാസമില്ല എന്ന്. വാ, ദേവപ്രശ്നത്തിൽ കുളം ശുചിയാക്കിയിട്ട് ഉത്സവം തുടങ്ങാവൂന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് പറഞ്ഞത് ആഞ്ഞിലിമഠം തന്ത്രിയുമാവുമ്പോ അപ്പോ 20 വർഷം മുമ്പ് അന്നത്തെ ഏറ്റവും വലിയ തന്ത്രി മേഴത്തൂർ ഭട്ടതിരിപ്പാട് പറഞ്ഞത് തള്ളിക്കളയാൻ പറ്റുമോ? ഭഗതിയുടെ കാര്യമാണ്. കല്ലെഴുത്ത് തിരുത്തുമ്പോ ഒന്നുകൂടെ ആലോചിക്കാന്നേ ഞാൻ പറയുന്നുള്ളൂ. പമ്പ് സെറ്റ് പാർട്ടി എത്തിയിട്ടുണ്ട്. കുളം വറ്റിക്കാൻ 5 ദിവസം വേണ്ടിവരുമെന്ന് അവര് പറയണേ. അതെയോ? തിരുമേനി ഒരു അഭിപ്രായം പറഞ്ഞില്ല. ഒക്കെ ഭംഗിയായി നിശ്ചയിച്ചിരിക്കല്ലേ. കാരണവന്മാരുടെയും ജയദേവന്റെ അഭിപ്രായം അതാച്ച. പിന്നെ ആർക്കാ എനിക്കാ എതിർപ്പ്? ഇതായിപ്പോ നന്നായേ. റിസീവറുമായി ആലോചിച്ചു. എല്ലാ കാര്യങ്ങളും ഇരു കൂട്ടരെയും യോജിച്ചാണ് ചെയ്യുന്നതെന്നുള്ളതിന് തെളിവ് വേണമല്ലോ. രണ്ടാളും ഇതിലൊന്നും ഒപ്പിട്ടാൽ. ആലോചന ഇനിയോ? ഒപ്പിടാ. കുട്ടി, സത്യമുള്ള കുള ചരിത്ര. നിങ്ങൾ പുതിയ തലമുറയ്ക്ക് ചിലപ്പോ ആലോചിച്ച് കഴിഞ്ഞതാണ് വേണ്ടത്ര. ഏത് കർമ്മവും ഉചിതമാണ്. ആത്മാവിന്റെ ജാഗ്രത പിറകിലുണ്ട്. വയറ്റിപ്പഴപ്പിന് വേണ്ടി ആടാനോ പാടാനോ വരുന്ന പെമ്പിള്ളേരെ സംഘം ചേർന്ന് അപമാനിക്കും അല്ലടാ.
ഇങ്ങോട്ട് വാ. സന്തോഷമുള്ളൊരു വർത്തമാനം കേൾക്കണം. മാമൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഉഗ്രം കാഴ്ചയുണ്ട്. അമ്പലക്കടം കമ്പും കോലൊക്കെ വെച്ചിട്ട് 4-5 ആൾക്കാർ കൂടി ഒരുത്തനെ പെരുമാറുന്നു. ആളാതാന്നറിയോ? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടരുത്. പറയട്ടെ, നമ്മുടെ ശത്രു ചക്കപ്പുഴ കഥാകരണം ജയദേവൻ. ഇനി അവൻ അധികകാലം കഥ പറയും തോന്നുന്നില്ല. അതിന് മാത്രം കിട്ടിയിട്ടുണ്ട്. എന്നാലും എന്റെ മോളെ എന്തുമാതിരി തല്ല അവന്മാർ തല്ലിയത്. ഒന്നില്ലെങ്കിലും നമ്മളെപ്പോലെ വയറ്റപ്പഴുപ്പിന് വന്നവനല്ലേ. പാവം. എന്റെ ഭഗവതിയാണ് സത്യം. മോള് പിണഞ്ഞാലും വേണ്ടില്ല, എന്നെ ഇവിടെ ആട്ടി പറഞ്ഞയച്ചാലും വേണ്ടില്ല. മാമൻ അയാളെ രക്ഷിക്കണമെന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യുമ്പോളെ മാമന്റെ ഈ കാല് നിലത്തുറച്ചിട്ട് വേണ്ടേ? മോളെ എന്തു പറ്റി? മോള് അയാളെ കൂട്ട? അപ്പോ കൂട്ടായോ? എന്റെ ഭഗവതി,